വെൽക്കം ടു എ വ്ളോഗ്സ്. കുറേ നാളായി ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട്. പിന്നെ ഞാൻ ബാംഗ്ലൂരും കൂടെ ആയതുകൊണ്ട് ഒന്നും നടക്കുന്നില്ലായിരുന്നു. പിന്നെ ഇപ്പം നാട്ടിൽ വന്നപ്പം ഇവിടെ ബീച്ചിൽ ബീച്ച് ഫെസ്റ്റ് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. അപ്പൊ പിന്നെ അതൊന്ന് കണ്ടിട്ട് വരാം. വലിയ വെള്ളച്ചാട്ടം, പിന്നെ ഫ്ലവേഴ്സ് കൊണ്ടുള്ള കുറേ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഒന്ന് കാണാം. അയറക്കുട്ടനാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതൊന്നും നമുക്ക് കണ്ടിട്ട് വരാം. ഈ വീഡിയോയിൽ എത്രത്തോളം ഇവിടെ ആണോന്ന് അറിയുന്നില്ല, ബട്ട് ഭയങ്കര ഹൈറ്റാണ്. ഭയങ്കര ഹൈറ്റിൽ നിന്നാണ് ഈ വെള്ളം വരുന്നത്. പിന്നെ അതുകൂടാതെ അവിടെ നിന്ന് കാറ്റും വരുന്നുണ്ട്. പിന്നെ എല്ലാവരും നല്ല എൻജോയ് ചെയ്ത് കുളിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഇതിലോട്ട് ഇറങ്ങാനുള്ള ഡ്രസ്സൊന്നും എടുക്കാഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇറങ്ങുന്നില്ല. ബട്ട് ഇങ്ങനെയൊക്കെ നിന്ന് ജസ്റ്റ് എൻജോയ് ചെയ്തു. ഇറക്കി. പിന്നെ ചെറിയൊരു ചുമയുണ്ടായതുകൊണ്ട് അവളെ ഇറക്കിയില്ല. ഈ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന വെള്ളത്തിന് നല്ല ക്ലോറിൻ്റെ സ്മെല്ലുണ്ടായിരുന്നു. കാര്യം നമ്മൾ അങ്ങോട്ട് വരുമ്പോഴേ ആ സ്മെല്ല് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ കടലിലെ വെള്ളം തന്നെ അടിച്ചിട്ട് അതിൽ ക്ലോറിനടിച്ച് ഇതേപോലെ വെള്ളച്ചാട്ടം ക്രിയേറ്റ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അപ്പോൾ ഓർത്തു ഇറങ്ങാൻ നന്നായെന്ന്. ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മുടിക്കൊക്കെ കംപ്ലൈൻ്റ് ആവും. അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു കുറച്ചിങ്ങോട്ട് മാറി എന്നാണ് നമ്മളത് ഷൂട്ട് ചെയ്ത്. അപ്പോൾ അധികം നനയൊന്നുമില്ല, ചെറിയ തളിക്കുന്ന പോലെ കുറച്ച് വെള്ളം വീഴുന്നേ ഉള്ളായിരുന്നു. ബട്ട് ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തായിരുന്നു. പാട്ടൊക്കെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു, ഡാൻസൊക്കെ കളിച്ചു. ഇതാണ് കിടിലൻ സ്പോട്ട്. ഇവിടെ വരുന്ന യൂത്തിനൊക്കെ ഇഷ്ടപ്പെടാൻ പറ്റിയ സ്പോട്ടാണ്. നമ്മൾ ഈ സിനിമയെ സെറ്റ് ഇട്ടേക്കുന്നതുകൊണ്ട് കുറേ വീടിൻ്റെ രൂപം അങ്ങ് സെറ്റ് ചെയ്തിട്ടേക്കും. കുറേ നല്ല ഫ്രെയിംസ് കിട്ടുന്ന കുറേ ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ടാണിത്. ഇവിടെ ഞങ്ങളിങ്ങനെ നിന്നു, കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ നോക്കി. അയരക്കൂട്ടം കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അനുസരിച്ചൊക്കെ ചെറിയ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ പക്ഷെ ഭയങ്കര ക്രൗഡഡ് ആയതുകൊണ്ട് ബ്ലാങ്ക് സ്പേസ് കിട്ടാൻ കുറച്ച് പാടായിരുന്നു. കുറേ ഫോട്ടോസിന് പോസ് ചെയ്ത്, ഇതൊക്കെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്തതാണ്. അപ്പോഴും ആൾക്കാർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഞാൻ ആദ്യമേ കേട്ടപ്പോൾ ഇത്രയും പ്രതീക്ഷയില്ല. ഒരു രക്ഷയില്ല, കിടിലനായിട്ടുണ്ട്. കാര്യം അവർ ആ പൂക്കളം കൊണ്ടൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടുണ്ട്. കാര്യം നമുക്ക് ഓരോ സ്ഥലത്തും കിട്ടിലും ഫോട്ടോസ് കിട്ടും. നല്ല കിട്ടിലും ഫ്രെയിംസ് ആണുള്ളത്. പകൽ വരുവാണെങ്കിൽ ഒരു രക്ഷയില്ല. ഇതിപ്പോൾ തന്നെ കണ്ടില്ലേ, കുറേ പേര് അവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാര്യം തിരക്കാണ്. അവിടെ ഇവിടെ എല്ലാ ഫോട്ടോ സെക്ഷനാണ്. ഫോട്ടോ എടുക്കാൻ ബെസ്റ്റാണ്. ഇതെന്നാ? ആ അല്ല, ആനയുണ്ട്. നമുക്ക് ആനയെ പോടുക. ചെല്ല, ആനയുടെയൊക്കെ ചെല്ല്. തവള കണ്ടല്ലോ, ഇനി ആന. ഇതെന്നാ തവള കേട്ടി? ഇതെന്തുവാ പറ, ഇതെന്നാ? ആ ഈ പൂക്കളം കൊണ്ടൊക്കെ ആനയെ സെറ്റ് ചെയ്തിരിക്കുന്ന നല്ല രസമുണ്ടായിരുന്നു. അവൾക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവളാണ് ഈ ആനയുടെ ചുറ്റിനും കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഞങ്ങളെക്കാട്ടും കൂടുതൽ എൻജോയ് ചെയ്ത അവളാണ്. പെട്ടെന്ന് ഞങ്ങൾ നോക്കിയപ്പോഴത്തേണ്ട ഒരു ഗുരുല ഊഞ്ഞാലാടുന്നു. അയരക്കുട്ടൻ അത് കണ്ടു. അവൾക്ക് കണ്ടിട്ട് അങ്ങോട്ടും അധികം മനസ്സിലായില്ല. അപ്പൊ ഞങ്ങൾ അവളെയും വിളിച്ചോണ്ട് അങ്ങ് അടുത്തോട്ട് പോയി. കൊരങ്ങൻ വലിയ കൊരങ്ങൻ.
അയറൊന്ന് ക്ഷയിക്കാനും എടുത്തേ സംസാരിച്ചേ. കൈ കൊടുത്തോ? കടിക്കില്ല കടിക്കില്ല കടിക്കത്തില്ല. കണ്ട കടിക്കൂല്ല. ഇല്ലടി കടിക്കില്ല. ഇല്ലടി പാവോ ഇത് കണ്ടോ? അതെ അപ്പൊ തുടർന്ന് കണ്ടോണോ? ഹലോ ഹലോ ഹലോ. ഇല്ലടി ക്ഷയിക്കേണ്ടി വന്നാ കണ്ടോ? ഇതേ സന്തോഷമായി. കണ്ടോ ഒന്നും ചെയ്യില്ല. കണ്ടോ ക്ഷയിക്കേണ്ടി വിട്. ആ ഇല്ലടി ഒന്നും ചെയ്യില്ലടി. ആ എടുത്തല്ലോ. ഏതാ ഇതന്നെ ഐറ? താറാവ്, വലിയ താറാവ്. അരയണമെന്ന് പറയും. അടിപൊളിയാ കൈ പിടിച്ച്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ബീറ്റ് ഫെസ്റ്റിലെ വിശേഷങ്ങൾ. എന്തായാലും നല്ലോണമൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പം ഇനി കാണാനുള്ളവർ വരിക. 11 വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. വരുമ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് വരിക. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പം ഞങ്ങൾ എന്തായാലും എൻജോയ് ചെയ്തു. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് ഇനിയും കാണാം. ഇനിയും കാണുന്നവരെ ബൈ 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 ഫ്രം എ വ്ളോഗ്സ്.